ശരി സഹോദരങ്ങളെ, എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. കാരണം ആളുകൾ പലപ്പോഴും ഇതിന്റെ കാര്യത്തിൽ തർക്കിക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ബിദ്അത്തുകൾ വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആളുകൾ ബിദ്അത്ത് എന്താണ് എന്നറിയാത്തൊരു പ്രശ്നമാണ്. ഞാനിതാ ഇത് വഹാബികൾ പറയുന്നത് എന്നാണല്ലോ പറയാ. അൽ ഇമാം അശ്ശാത്തിബി, മാലിക്കി പണ്ഡിതനാണ് റഹിമഹുല്ലാഹ്, അദ്ദേഹം തന്റെ പ്രസിദ്ധമായ അൽ ഇഅ്തിസാം എന്ന ഗ്രന്ഥത്തിൽ എന്താണ് ബിദ്അത്ത് എന്ന് വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ബിദ്അത്തു ഹിയ തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ, തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ തുദാഹി അശ്ശർഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹ അൽമുബാലഗ ഫിത്തഅബ്ബുദി ലില്ലാഹി തബാറക വതആല. അദ്ദേഹം ബിദ്അത്ത് എന്താണ് എന്ന് നിർവചിച്ചു പറഞ്ഞതാണ്. ഞാൻ ഇത് നിർവചനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ചെറിയൊരു പ്രയാസം അനുഭവപ്പെട്ടതെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ പഠിക്കൽ ആവശ്യമാണ്. അദ്ദേഹം പറഞ്ഞു, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ തരീഖത്തുൻ ഫിദ്ദീൻ, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ദീനിലുള്ള അതിലുണ്ടാക്കപ്പെടുന്ന ഒരു മാർഗമാണ്. എന്താ പറഞ്ഞത്? തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കപ്പെടുന്ന മാർഗമാണ്. മുഖ്തറഅ, ആ മാർഗം പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. പഴയ മാതൃകയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകാത്ത, സഹാബികൾ പഠിപ്പിച്ചിട്ടില്ലാത്ത പുതിയ മാർഗമാണ്. രണ്ട് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, തരീഖ ഫിദ്ദീൻ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയ കാര്യമാണ്. അതാണ് ബിദ്അത്ത്. ദുനിയാവിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യം ബിദ്അത്തല്ല. നബിദിനം ബിദ്അത്തല്ലേ? ഈ പാടുന്ന മൗലീദ് ബിദ്അത്തല്ലേ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ മൈക്ക് ഉപയോഗിക്കാറില്ലേ? ഇതൊക്കെ റസൂൽ ഉപയോഗിച്ചാണോ? നിങ്ങൾ കാർ ഓടിക്കാറില്ലേ? അത് റസൂൽ ഉപയോഗിച്ചാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ, അതാണ് ബിദ്അത്തിൽ ഉൾപ്പെടുള്ളൂ. അതല്ലാത്തത് ബിദ്അത്തിൽ ഉൾപ്പെടുകയില്ല. നന്നായി നമ്മൾ മനസ്സിലാക്കണം. സഹാബികൾ അവരുടെ കാലഘട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ, അവരുടെ ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ പുതിയ മാർഗങ്ങൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ ഒരു പുതിയൊരു മാർഗം ഉണ്ടാക്കിയോ? ഇല്ല. തരീഖത്തുൻ ഫിദ്ദീനി മുഖ്തറഅ, ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്ന മുഖ്തറഅത്തായ പുതിയ ഒരു മാർഗമാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. പുതിയതായിരിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ബിദ്അത്ത് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മുൻ മാതൃകയില്ലാത്തത് എന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറഞ്ഞു, ഖുൽ മാ കുൻതു ബിദ്അൻ മിനർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലെ പറയുക, ഞാൻ റസൂലുകളിൽ ഒരു ബിദ്അ അല്ല. എന്താ അർത്ഥം? എന്നെ പോലത്തെ റസൂലുകൾ മുൻപും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി വരുന്ന ഒരു ബിദ്അത്തായ റസൂലല്ല. കാരണം എന്നെ പോലത്തെ റസൂലുകൾ മുൻപ് വന്നിട്ടുണ്ട്. ഞാൻ ഒരു പുതിയ ആളല്ല, പഴയ എവിടെയും കേൾക്കാത്തൊരു കാര്യമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അള്ളാഹു കൽപ്പിച്ചത് ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലോ സഹാബത്തിന്റെ അരികിലോ മാതൃകയില്ലാതെ പിന്നീട് പിൽക്കാലഘട്ടത്തിൽ പുതുതായി നിർമ്മിക്കപ്പെട്ടതാണ്. ഏത് കാര്യത്തിൽ? ദീനിന്റെ കാര്യത്തിൽ. അതാണ് തരീഖ ഫിദ്ദീൻ, ദീനിന്റെ കാര്യത്തിൽ ഉണ്ടാക്കപ്പെടുന്ന മാർഗമാണ്. മുഖ്തറഅ, അതാകട്ടെ പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. തുദാഹി അശ്ശർഇയ്യ, ആ മാർഗം അതിന് സമാനതകളുള്ളത് അള്ളാഹുവിന്റെ ദീനായ ശർഇന്റെ നിയമങ്ങളോടാണ്. ദീനുമായി ബന്ധപ്പെട്ട ശരീഅത്തിന്റെ മാർഗം, ശരീഅത്തിന്റെ രീതികൾ, അതിനോട് സമാനതകൾ ഉള്ളതായിരിക്കും ബിദ്അത്ത്.